അങ്ങനെ സ്റ്റാൻലി ജോസഫും ബാലചന്ദ്ര മേനോനും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയും, ഞാനന്ന് ഞാൻ ആകെ 6 മാസമേ ആയിട്ടുള്ളൂ അലീന വൈജയുടെ മകളാണെന്ന് അറിഞ്ഞിട്ട്. അന്നെങ്ങാനും നിങ്ങളെങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെയും കൊന്നുകളഞ്ഞേനെ, വൈജയും കൊന്നുകളഞ്ഞേനെ, അലീനയും കൊന്നുകളഞ്ഞേനെ. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നു സ്റ്റാൻലി മിസ്റ്റർ നിങ്ങളോട്. പക്ഷേ എന്താ പറയുക, ഞാനൊന്ന് വീണുപോയി. അതായത് ഹാർട്ട് അറ്റാക്ക്. 2 ആഴ്ച ഞാൻ ആശുപത്രിയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ മനസ്സൊന്ന് തണുപ്പിച്ചു. എന്നിട്ട് ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഞാൻ ബാക്കി എല്ലാവരോടും ദേഷ്യം കാണിക്കുന്നത്? 23 വർഷം എൻ്റെ കൂടെ ജീവിച്ച് എൻ്റെ മക്കളെ പ്രസവിച്ച് എന്നെ വഞ്ചിച്ച വൈജയോട് മാത്രമല്ലേ എനിക്ക് ദേഷ്യം വേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെയും അലീനയും കുഞ്ഞിരാമ മേനോനെയും ഒക്കെ ഞാൻ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. പകരം വൈജയെ മാത്രം അതിലോട്ടാക്കി. വൈജയ്ക്ക് ഇപ്പോഴും അറിയില്ല വൈജയുടെ മകളാണ് അലീന എന്ന്. ഇനി ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, വൈജയ്ക്ക് അലീനയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. നിങ്ങളൊരു പഴഞ്ചൊല്ല് പറയാറില്ലേ, ചെകുത്താൻ കുരിശ് കണ്ട പോലെ? അതുപോലെയാണ് അവളെ അലീനയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ മാത്രമേ അവൾ തിരിച്ച് വീട്ടിലോട്ട് വരികയുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കണം. അവൾക്കറിയില്ലല്ലോ അവളുടെ മകളാണെന്ന്. അവൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന അവളുടെ മകളെന്നും അവൾക്കറിയില്ല. എനിക്ക് അവളോട് മാത്രമേ ദേഷ്യമുള്ളൂ മിസ്റ്റർ സ്റ്റാൻലി എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലിയുടെ ആവശ്യം എന്തെന്ന് വെച്ചാൽ, സ്റ്റാൻലിക്ക് മകളെ ഒന്ന് കാണണം, എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണണമെന്നാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഞാനതിനെ പറ്റിയൊരു സമയം സന്ദർഭം നോക്കിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അവരുടെ മീറ്റിംഗ് കഴിഞ്ഞ് നമ്മുടെ ഗോവർദ്ധനൻ ആ ബാറിൻ്റെ താഴോട്ട് വരും. അപ്പോൾ ഗോവർദ്ധനൻ ചോദിക്കും, ബാലേട്ടൻ എന്താ ഇവിടെ ഈ ഹോട്ടലിൽ എന്ന്. അപ്പോൾ സ്റ്റാൻലി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ഗോവർദ്ധനൻ ചോദിക്കും, ഇത്ര പെട്ടെന്ന് അയാൾ വന്നോ, എന്താ കാര്യം? അയാൾക്ക് അയാളുടെ മകളെ കാണണമെന്നാണ് പറയുന്നത്. അതെയോ, അത് ശരി ശരി എന്ന് പറയുകയാണ്. പിന്നെ അയാൾക്ക് വിശ്വാസം വന്നിട്ടില്ല, അയാൾക്ക് തെളിവുകൾ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധനൻ ചോദിക്കും, തെളിവുകളോ? ഇത്രയും കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞിട്ട് അയാൾക്കിനി തെളിവുകൾ വേണോ? അതെന്തൊരു വർത്തമാനാ എന്ന് ചോദിക്കണം. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അയാൾക്ക് തെളിവുകൾ വേണമല്ലോ. ഏതോ ഒരാൾ വന്ന് അയാൾക്കൊരു മകളുണ്ടെന്ന് അയാളെ വീട്ടിൽ പറഞ്ഞാൽ മാത്രം മതി, അയാൾക്ക് വിശ്വസിക്കണ്ടേ? അത് വിശ്വസിച്ചാൽ മാത്രം പോരാ, അയാൾക്ക് പൂർണ്ണ മനസ്സോടുകൂടി അലീനയെ അംഗീകരിക്കാൻ പറ്റിച്ചെങ്കിൽ മാത്രമേ ഞാൻ അവളെ കൊടുത്തു വിടുകയുള്ളൂ. അതായത് ഞാൻ കൊടുക്കുന്നതിനേക്കാൾ 1% സന്തോഷമെങ്കിലും അവൾക്ക് കൂടുതൽ കൊടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ അവൾ എൻ്റെ മകളായിട്ട് എൻ്റെ കുട്ടികളുടെ ചേച്ചിയായിട്ട് എൻ്റെ വീട്ടിൽ കഴിയും. ഞാൻ എൻ്റെ മകളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവർദ്ധനം പറയണേ, എനിക്ക് ബാലേട്ടനെ കുറിച്ചിട്ടാണ് ആലോചിച്ച് ടെൻഷൻ. കാരണം ഇതൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താവും എന്ന് ആലോചിച്ചിട്ടാണ് ഭയം. അപ്പോൾ ബാലൻ പറയും, ഇപ്പം നമ്മുടെ മുന്നിൽ സ്റ്റാൻലി ജോസഫ് ഉണ്ടല്ലോ, അയാളെ റൗണ്ട് കഴിയട്ടെ, എന്നിട്ടല്ലേ വൈജയുടെ റൗണ്ട് ആവുന്നല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവർദ്ധനൻ പറയും, എനിക്ക് ബാലേട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് പേടി എന്ന് പറഞ്ഞ് ആണ്. അപ്പോൾ ബാലൻ പറയും, നമുക്കിപ്പോൾ തൽക്കാലം അതൊക്കെ വിടാം, വക്കീലിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടല്ലോ, വക്കീലിനെ കാണണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാലൻ വക്കീലിൻ്റെ അടുത്തേക്ക് ഗോവർദ്ധനെയും കൂട്ടിയിട്ട് പോവുകയാണ്. ഇതേ സമയം സ്റ്റാൻലി ഹോട്ടലിലുണ്ട്. അങ്ങനെ സ്റ്റാൻലിക്ക് ഒരു ഡ്രിങ്കൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്റ്റാൻലിയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ സ്റ്റാൻലിയുടെ അപ്പനായിരുന്നു. അപ്പോൾ അപ്പൻ ചോദിക്കും, നീ എവിടെയാടാന്ന്? അപ്പോൾ പറയും, ഞാൻ വീട്ടിലുണ്ട് അപ്പ, എന്തേന്ന് ചോദിക്കും. നീ വീട്ടിലില്ലെന്ന് എനിക്കറിയാം, കാരണം ഞാൻ നിൻ്റെ വീട്ടിലുണ്ട്, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിട്ടാണ് നിന്നെ വിളിക്കുന്നത്, നീ ഇവിടെ ഇല്ലയെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, എന്നെ ഒരാൾ കാണാൻ വന്നിരുന്നില്ലേ, ഞാൻ അയാളെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറയും. എവിടേക്കാണ് നീ പോയിട്ടുള്ളത്? ഞാൻ പാലായിലാണപ്പ എന്ന് പറയും. നിനക്കൊരു മകളുണ്ടെന്ന് പറഞ്ഞു വന്ന അയാളെ കാണാൻ വേണ്ടിയിട്ടാണോ? അതെ അപ്പം, ഞാൻ അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലിയുടെ അപ്പൻ ചോദിക്കും, അതൊക്കെ നീ വേണ്ടാത്ത പള്ളികളാണ് കേട്ടോ ലാലിച്ച. കാരണം ഒരു മകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നീ അതിനെ അംഗീകരിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. ചിലപ്പോൾ നിന്നെ തട്ടിക്കാനായിരിക്കും. നീ അതൊക്കെ സത്യം മനസ്സിലാക്കിയിട്ട് വേണം അതൊക്കെ ആലോചിക്കാൻ. അടയ്ക്കുകയാണെങ്കിലേ മടി വയ്ക്കാൻ പറ്റുള്ളൂ, അടയ്ക്കാവാനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ അങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുതെന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയണം, നമ്മളോട് ഒരാളൊരു കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥം എന്താ നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പം ഞാനത് അന്വേഷിക്കാൻ വേണ്ടി മാത്രം വന്നു എന്നുള്ളൂ എന്ന് പറയുകയാണ്. പക്ഷെ അപ്പനപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം പറയുന്നത്, നിനക്കൊരു കുടുംബമുണ്ട്, നീ വേണ്ടാത്ത പരിപാടിക്കൊന്നും നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും സ്റ്റാൻലിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പക്ഷെ സ്റ്റാൻലി പറയും, അയാൾ ഇത്രയും ദൂരത്ത് എന്നെ വന്ന് കണ്ടില്ലേ, ഞാൻ അയാൾ പറഞ്ഞത് എന്താണെന്നൊന്ന് മനസ്സിലാക്കട്ടെ, എന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാം, അപ്പം പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അപ്പന് ഫോൺ വെക്കുകയാണ് സ്റ്റാൻലി.
ഇതേ സമയം ബാലചന്ദ്രൻ്റെ വീട്ടിൽ പിള്ളേരെല്ലാം കോളേജിലോട്ട് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. രാവിലെ രോഹിത്ത് കോളേജിൽ പോകുന്നുണ്ട്. അപ്പോൾ അലീനയോട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ ബബിതയും കൃഷ്ണമോളും വരുന്നുണ്ട്. സ്കൂട്ടിമേലാണ് ഇപ്പോൾ പോകാൻ നിൽക്കുന്നത്. അപ്പം അലീന സ്കൂട്ടിയുടെ കോലം കണ്ടിട്ട് ചോദിക്കും, എന്താ ബബി ഈ സ്കൂട്ടിമേൽ എന്തൊരു അഴുക്കാ, നിനക്ക് ആ വന്നു കഴിഞ്ഞാൽ ആ ഓസൊന്ന് എടുത്തിട്ട് ഒന്ന് വെള്ളം ചീറ്റിച്ചൂടെ, എന്താണ് അതിൻ്റെ മീത് അഴുക്ക് എന്ന് പറഞ്ഞ് ഒരു തുണിയെടുത്ത് അവളുടെ വണ്ടിയുമേൽ അഴുക്ക് തുടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഞങ്ങൾക്കിന്ന് ഫൈനൽ എക്സാമാണ് കേട്ടോ ചേച്ചി എന്ന് പറയുകയാണ്. ആ അതന്നെ, നിങ്ങൾ നന്നായി എഴുതണം കേട്ടോ, നന്നായി എഴുതണം എന്ന് പറയുകയാണ്. ലഞ്ചൊക്കെ എടുത്തില്ലേ ബബി എന്ന് ചോദിക്കണം. ബബി പറയും, ഞാൻ ലഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറയും, എനിക്ക് ഉച്ചവരെയല്ലേ ഉള്ളൂ ചേച്ചി, ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചോളാം എന്ന് പറയുകയാണ്. അങ്ങനെ അലീന അവരെ യാത്രയാക്കുകയാണ്. അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പരീക്ഷയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അലീനയുടെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ അകത്തോട്ട് കയറി ചെല്ലും. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഒരു കോള് വരിക. അപ്പോൾ സ്റ്റാൻലി ആയിരിക്കും. അപ്പം അയാൾ പറയും, ഞാൻ സ്റ്റാൻലിയാണ് ബാലചന്ദ്രൻ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, എനിക്ക് നിങ്ങളുടെ നമ്പർ അറിയാം, ഇപ്പോൾ കണ്ടാൽ എനിക്ക് മനസ്സിലാവും, അതുകൊണ്ട് ഇനി പറയേണ്ട ആവശ്യമില്ല. പിന്നെ ബാലചന്ദ്രൻ, ഞാനൊരു കാര്യം ചോദിച്ചിരുന്നില്ലേ, എൻ്റെ മകളെ കാണേണ്ട കാര്യം, അതെന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നിങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കോളൊന്നും വന്നില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചതാണ്. ബാലൻ പറയും, ഞാൻ വിളിക്കാൻ വേണ്ടി നിൽക്കുക തന്നെയായിരുന്നു. ഒരു കാര്യം ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, എൻ്റെ വീട്ടിൽ വെച്ച് കാണാമെന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും, വീട്ടിൽ വെച്ചിട്ടോ? ഓ ഓക്കെ, എത്ര ദൂരമുണ്ട് ഇവിടെ നിന്ന്? ഒരുപാട് ദൂരമുണ്ടോ ഈ ഹോട്ടലിൽ നിന്ന്? ഇല്ല, ഒരുപാട് ദൂരമൊന്നുമില്ല, ഞാൻ വണ്ടി അയക്കണോ എന്ന് ചോദിക്കും. വേണ്ട, ലൊക്കേഷൻ അയച്ചിട്ടാൽ മതി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ്. ശരിയെന്ന് പറയണം. അപ്പോഴേക്കും നമ്മുടെ അലീന ബാലൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയും, അച്ഛൻ പോവാറായോ? എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒന്ന് പോകണമെന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ തനിച്ച് പൊക്കോളാമെന്ന്. അപ്പോൾ ബാലൻ ചോദിക്കും, നിനക്ക് എന്തൊക്കെയാണ് വാങ്ങാനുള്ളത്, എന്താ പരിപാടിയെന്ന്. അതെനിക്കൊരു ഓർഫനേജിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനുണ്ട്, ഇനി ചിലപ്പോൾ വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് ഇന്നൊക്കെ പോയി വാങ്ങിക്കൊടുത്താലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയും, ഇന്ന് പോണ്ട, നാളെ പോവാം, അപ്പോൾ എനിക്കും കൂടി വരാമല്ലോ എന്ന്. അപ്പോൾ അലീന ചോദിക്കുക, എന്തിനാ അച്ഛനും കൂടി വരണേ? ഓ അതൊന്നീ പോയാലും ഇനി അവരുടെ ആവശ്യങ്ങളൊന്നും മുടക്കണ്ട, അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു, അതുകൊണ്ട് പറഞ്ഞതാണെന്ന്. അപ്പോൾ അലീന ചോദിക്കും, അച്ഛനത് എങ്ങനെ പറയുന്നത്? അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. അത് ഒന്നുമില്ല എൻ്റെ മോളെ, നീ പോയി കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളൊന്നും കുറയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നീ ഇപ്പം എന്തായാലും ചെല്ല്, ഞാൻ ഒന്ന് ചായ കുടിക്കാൻ താഴോട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയും, എന്നാൽ ശരി അച്ഛൻ, ചായ കുടിക്കാൻ താഴോട്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നാളത്തെ എപ്പിസോഡിൽ സ്റ്റാൻലി ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് വരികയും അലീനയെ കാണുകയും ചെയ്യുന്ന സീനാണ്. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ മുഖത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും, നിങ്ങളെങ്ങാനും മുൻപ് കണ്ടിട്ടുണ്ടോ, എന്താ ഇങ്ങനെ നോൽക്കുന്നത് എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, എവിടെയോ കണ്ട പോലെ തോന്നുന്നു, നല്ല മുഖപരിചയം എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്.